ഒരു ലൗഡായിട്ടുള്ളൊരു ഒച്ച തന്നെയാണ് ഇവ വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡ്യൂക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. പുതിയ ഡ്യൂക്കാണ്. പുതിയ ഡ്യൂക്ക് എന്ന് പറയുമ്പോഴേക്ക് ഇറങ്ങിയിട്ടൊരു 2 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേടി സ്വപ്നമാണ്. അതായത് വീട്ടിലുള്ളവർക്കൊരു പേടി സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടിയെ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് KTM ഒരു എൻജിൻ ഇറക്കിയിരിക്കുന്നത്. അതായത് കുറഞ്ഞ പവറിൽ, അതായത് ഒരു മീഡിയം പവറിൽ, എന്നാൽ അതിൻ്റെ ലുക്കൊന്നും വിടാത്ത രീതിയിൽ തന്നെ ബൈക്ക് ഡിസൈൻ ചെയ്ത് അവരിറക്കിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡ്യൂക്ക് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും മാതാപിതാക്കൾക്കും എല്ലാവർക്കും, കുടുംബക്കാർക്ക് വരെ, ഇവൻ കുടുംബക്കാർക്ക് വരെ ഭയങ്കര പേടിയായിരിക്കും. എന്നാൽ ഇവൻ അങ്ങനെയല്ല. 164 cc ആണ് വരുന്നത്. അപ്പോൾ 160 ആണ്. അപ്പോൾ ഒരു പേടി സ്വപ്നം ആക്കണ്ട, പേടി സ്വപ്നം ആയിട്ടുമില്ല. അതുപോലെ തന്നെ ലേഡീസിനും അതുപോലെ തന്നെ ബോയ്സിനും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ വണ്ടി റൈഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. നമുക്ക് വണ്ടി കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നാണ്, മുട്ടിൽ KTMൻ്റെ ഷോറൂമിൽ നിന്നാണ് വണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടേക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ആദ്യം തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു LED ലൈറ്റാണ് വരുന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന ഒരു LED ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഹെഡ് ലൈറ്റാണ്, ഡിമ്മും ബ്രൈറ്റും. അപ്പോൾ നിലവിലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ. ദൂരെ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വെളിച്ചമുണ്ട്. ഞാൻ രാത്രിയിലൊക്കെ റൈഡ് ചെയ്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ലൊരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ട് വന്ന വണ്ടിയാണ്. ഡെലിവറിക്കുള്ളതല്ല, ടെസ്റ്റ് ഡ്രൈവിന് മാത്രം എടുത്തിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു വലിയ ടയർ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ MRFൻ്റെ ടയറാണ്. ട്യൂബ്ലെസ് ആണ് വരുന്നത്. അതിന് ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110/70 അതാണ് വരുന്നത് കേട്ടോ. ഇവിടെ കാണാവുന്നതാണ്, ചെറിയതായിട്ടേ കാണുള്ളൂ, സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 320 വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കിനൊക്കെയാണ്. കാരണം ഇത് സ്പോർട്സ് കാറ്റഗറിയുള്ള ബൈക്കാണ്. നമ്മളിതിനെ പറന്ന് പോകുന്ന അറിയാലോ. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ KTMൻ്റെ എല്ലാ വണ്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് കാറ്റഗറിയാണ്. മിനിമം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പിന്നെ അതിൻ്റെ എൻജിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ എൻജിനെ, അതായത് നല്ല ടോർക്കും പവറും കയറി വരുന്ന ഒരു വണ്ടി, ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല കത്തിച്ച് പോകാൻ തന്നെയാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന വണ്ടീനെ പെട്ടെന്ന് സഡൻലി അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് KTM വലിയ ഒരു ഡിസ്ക് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Type 2 ജനറേഷൻ വരുന്ന അതേ ഡിസൈനോട് കൂടി തന്നെയാണ് KTM ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണിത്, കാണിച്ചു തരാം. പിന്നെ ഇതിനൊരു റേഡിയേറ്റർ വരുന്നുണ്ട്. വലിയൊരു റേഡിയേറ്ററാണ് വരുന്നത്. അതായത് KTMൻ്റെ വണ്ടികൾക്ക് വലിയ വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ വലിയൊരു റേഡിയേറ്ററാണ് വരുന്നത്. അതിൽ വണ്ടിയിൽ വന്നിട്ട് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ഹീറ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഈ വലിയ റേഡിയേറ്റർ കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എഞ്ചിൻ കാണാം. എഞ്ചിൻ്റെ അകത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 164.22 cc. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയൊരു എഞ്ചിനെ അവർ ചെറുതാക്കിയിട്ട് പണിതിറക്കിയിരിക്കുന്നതാണ്. അതായത് പേടിയാണ്, മാതാപിതാക്കൾക്ക് പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു എഞ്ചിനെ അവർ ചെറുതാക്കി പണിത് നല്ല വൃത്തിയാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പവർ കാര്യങ്ങൾ ഇതിന്ന് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു പവർ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഒരു ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ പുതിയൊരു എഞ്ചിനാണ്. പുതിയൊരു എഞ്ചിനായതുകൊണ്ട് ഒന്ന് ഓടിപ്പഴകാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കും. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ പവർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19 PSP പവർ 9500 RPMലാണ് വരുന്നത്. ടോർക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15.5 Nm ടോർക്ക് 7500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, KTM കൊടുത്തിരിക്കുന്നത്. പറഞ്ഞു വെച്ച പോലെ തന്നെ സിമ്പിളായിട്ടൊരു എഞ്ചിൻ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. പിന്നെ അതുപോലെ തന്നെ KTMൻ്റെ പഴയ വരുന്ന ബൈക്കുകൾക്കെല്ലാത്തിനും, പഴയ വണ്ടികൾക്കെല്ലാത്തിനും തന്നെ ഇതേപോലത്തെ ഒരു ഡിസൈൻ കാര്യങ്ങളാണ്. പഴയ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനൊക്കെ കാണുന്ന രീതിയിലായിരിക്കും ഇവരുടെ വണ്ടികൾ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ അവിടുന്ന് എഞ്ചിനിൽ നിന്ന് നേരെ മേലോട്ട് കയറി കഴിയുമ്പോഴേക്കും ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലിറ്റർ ഫുൾ കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ്. അതിൻ്റെ അകത്ത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 160 എഴുതിയിട്ടുണ്ട്.
ഡ്യൂക്ക് എന്നുള്ള വലിയൊരു സ്റ്റിക്കറുണ്ട്. ഇതിൻ്റെ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂവിലുണ്ട്, വൈറ്റിലുണ്ട്, പിന്നെ ഈ പറയുന്ന ഓറഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കളേഴ്സാണ്. അതുപോലെ തന്നെ പുറകിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷനാണ്, പുറകാണ്. നമുക്ക് ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കാം, ഓരോരോ പാർട്സുകളായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വലിയൊരു ഷോക്ക് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോണോ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ അതും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞേക്കാം. നമുക്ക് ഈ വണ്ടിക്ക് നിലവിൽ വാറണ്ടി ഉണ്ട്, അതായത് 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ 10 വർഷമായിട്ട് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 5 വർഷം എന്ന് പറയുമ്പോഴേക്കും ഈ റിമ്മിന് അതുപോലെ തന്നെ എൻജിന്, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്സിന് കാര്യങ്ങൾക്കെല്ലാം വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് 10 വർഷമായിട്ട് കൂട്ടിയെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പൈസ കൂടുതൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 10 വർഷമായിട്ട് കൂട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ പുറകിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടയർ സൈസും കൂടെ പറഞ്ഞേക്കാം. ടയർ സൈസ് ഇവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന ടയറാണ്. MRFിൻ്റെ ടയർ തന്നെയാണ്. ഇവിടെ പോയി ഇത് വിളിച്ചിരിക്കുകയാണ്. 140/16 ആണ്. അതതിൻ്റെ അത് കാണും, ഇത് കാരണം കാണാത്തയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുറകിലേക്ക് വരുന്ന ഡിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ 230ൻ്റെ ഡിസ്ക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ABS ആണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ABS കൺട്രോളിംഗ് ആണ് വരുന്നത്. അങ്ങനെയാണ്. പിന്നെ സീറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റഫുണ്ട്, എന്നാലും കുഴപ്പമില്ല, റൈഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ ഹീറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ എൻ്റെ കാലിലേക്ക് അടിച്ചിട്ടില്ല, എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹീറ്റൊക്കെ പെട്ടെന്ന് റിലീസ് ചെയ്ത് പോകാൻ തന്നെയായിട്ട് വലിയൊരു ആണ് ഇതിന് വെക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഫസ്റ്റ് ജനറേഷൻ വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ ഒരു സൈലൻസർ അതിന് കൊടുത്തിട്ടുണ്ട്. സൈലൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒച്ചയൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു പതുങ്ങിയ ഒരു ഒച്ച തന്നെയാണ്. ഡൊമിനറിനൊക്കെ ഉള്ള പോലത്തെ ഒരു ഒച്ചയാണ്. ഒരു ലൗഡായിട്ടുള്ളൊരു ഒച്ച തന്നെയാണ് ഇത് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഒച്ച തന്നെ ഇതിന് ഉണ്ട്. വേറെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുറകിലത്തെ സീറ്റ് ലോങ് റൈഡൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും, കാരണം കുറച്ച് ടൈറ്റ് ഉണ്ട്. കുഴപ്പമില്ല, പൊതുവേ ഡ്യൂക്കിന് വരുന്ന പോലെ തന്നെയുള്ള സീറ്റ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി നേരെ ടെയിൽ ലാമ്പിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരു മാറ്റവുമില്ല. അതിൻ്റെ അകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ എൻജിനൊന്ന് ചെറുതാക്കി എന്നുള്ളതല്ലാണ്ട് വേറൊന്നുമില്ല. നേരെ താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്യാനുള്ളത് അത് കാണും. ഇപ്പോൾ ടെമ്പററി കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇത് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ അഗ്ഗറാണ്. അതായത് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലത് ഈ പറയുന്ന പോലെ ടെയിൽ കട്ട് ചെയ്ത് ഒരു നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കുറച്ചും കൂടെ നീക്കി വെക്കും. അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ചെളി പുറകിലോട്ട് അടിച്ച് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറകിലിരിക്കുന്നവനും ചെളിയൊന്നും തെറിക്കില്ല. അങ്ങനത്തെ രീതിയിൽ ഒരു ടയർ ഹഗർ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സാരി ഗാർഡ്, മെയിനായിട്ട് സാരി ഗാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ മുന്നോട്ട് വരുവാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇത് വരുന്നത്. കൂടുതലായിട്ട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. വണ്ടി ഒരു സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറുള്ളവർക്ക് പേടിക്കേണ്ട രൂപത്തിൽ, ഒരു ഭയാനകമായ രൂപത്തിലൊന്നും അല്ല. നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പകുതി പേരൊക്കെ ഉള്ളൂ എന്നുള്ള പറഞ്ഞ പോലെ 200 പേരെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ എണ്ണം മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയൊന്നുമല്ല, പേടിക്കേണ്ട. വണ്ടി സിമ്പിളാണ്. പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഏത് വണ്ടി അങ്ങനെ തന്നെയാണ്. എടുത്ത് പൊളിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നേരെ ഇതിൻ്റെ സീറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കയറിത്തരാം. ഓക്കെ, പഴയ KTM വരുന്ന പോലെ തന്നെ ഒരു കീ
ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് ഓണാക്കുമ്പോൾ തന്നെ ഒരു മീറ്റർ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തുകൊണ്ട് കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊന്നും കാണിക്കില്ല. ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കീ, സെക്കൻഡ് കീ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഹാൻഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ വരുന്നത് ഒരു എൻജിൻ ഗിൽ സ്വിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു സെൽഫ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്കിന് വരുന്ന പോലെ തന്നെ ഒരു മിറേഴ്സ് വരുന്നുണ്ട്. അതിന് വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. അത് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയ പോലെയുണ്ട്. കുറച്ചും കൂടെ പുറത്തോട്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടിയ പോലെയുണ്ട്. നല്ല ലുക്കാണ് ഇതിൻ്റെ മിറർ കാണാൻ തന്നെ നല്ല ലുക്കാണ്. അതുപോലെ തന്നെ വളരെ അടുത്തിരിക്കുന്ന പോലെയാണ് വണ്ടിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ അടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ഈ ട്രാഫിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോവാം. നമ്മൾ വണ്ടീൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ, ടാങ്കയിൽ കയറി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് ഈ വണ്ടിയും കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ അടുത്താണ്. വളരെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 172 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഇങ്ങനെ കാലിങ്ങനെ കുത്തി നിൽക്കാം. ചെറുതായിട്ട് ഫ്ലാറ്റ് ഫിറ്റായിട്ട് നിൽക്കാനാവില്ല, എന്നാലും കാലിങ്ങനെ നമുക്ക് കുത്തി നിൽക്കാൻ പാകത്തിന് വളരെ അടുത്താണ്. ടാങ്കിലേക്ക് വളരെ കാല് നല്ലപോലെ ഹഗ് ചെയ്ത് വെച്ച് കോർണർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ നല്ല സുഖമാണ് കോർണർ ചെയ്തെടുക്കാൻ തന്നെ. അപ്പോൾ നല്ല പഴയ KTM വരുന്ന പോലെ തന്നെ അതേ രീതിക്ക് തന്നെ ഇവരത് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാം. അത് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസാണ്. സാറ്റലൈറ്റ് കാണാം, ഇൻഡിക്കേറ്റർ കാണാം, ഹോണ് കാണാം, ഡിമ്മ് ബ്രൈറ്റ് ലൈറ്റ് കാണാം. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നേരെ നമുക്ക് സിമ്പിളായിട്ട് തള്ളിക്കൊണ്ട് പോകാം കേട്ടോ. കയറി ഇരുന്നാണെങ്കിൽ നമുക്ക് തള്ളി അങ്ങ് നീക്കാം. അതാണ് ഞാൻ പറഞ്ഞ ലേഡീസിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ KTMനോടൊരു പ്രണയമുള്ള ഗേൾസിനാണെന്നുണ്ടെങ്കിലും എടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇതിനകം മുന്നോട്ട് പറഞ്ഞത്. അതുപോലെ ഒരുപാട് ഗിയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു റേഡിയേറ്റർ കാണാം, ഹോണ് കാണാം. അങ്ങനെയാണ് ഉള്ളത്. കൂടുതലായിട്ട് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. വണ്ടി ഒരു സിമ്പിളാണ്. ഞാൻ ഓടിച്ചപ്പോൾ വണ്ടി ഒരു സിമ്പിളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവർ കയറുന്നുണ്ട്. പിന്നെ ഒരു 1,72,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂം പ്രൈസ് വരുന്നതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഇൻഷുറൻസൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ അഡീഷണൽ പൈസയാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് EMI ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 സംതിങ്ങോളം റേറ്റ് വരും EMI ആയിട്ട് മന്ത്ലി. ഇനി ഫസ്റ്റ് സർവീസിന് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 2000 താഴെ റേറ്റ് വരും. ഫസ്റ്റ് സർവീസ് വരുന്ന 1000 കിലോമീറ്ററിൽ, പിന്നെ വരുന്നത് 6000 കിലോമീറ്ററിൽ, പിന്നെ തേർഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 16000 കിലോമീറ്റർ എന്നിങ്ങനെ റേഞ്ചുകളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 130 ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 പിടിച്ചവർ വരെ ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ കാണാൻ കഴിയും 140. നമ്മുടെ സാഹചര്യം വേറെയാണ്. റോഡ് കാര്യങ്ങൾ വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും നടപടിയാവില്ല. ഒരു 140 പിടിച്ചവർ വരെ ഉണ്ട്. നമ്മൾ 130 KTM പറയുന്നുണ്ട്, അവകാശം പറയുന്നുണ്ട്, ടോപ്പ് എൻഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. മര്യാദക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 42 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി കിട്ടുന്നതായിരിക്കും. അതുപോലെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റോഡ് ക്ലിയറൻസ് അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. റോഡ് ക്ലിയറൻസ് വരുന്നത് 174 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്രയാണ്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നതാണെങ്കിൽ 815 വരുന്നത്. അതായത് സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അത്ര തന്നെ. വണ്ടി സിമ്പിളാണ്, സുഖമാണ് കൊണ്ടടക്കാൻ. കാറ്റ് പോകുന്ന പോലെ നല്ല സിമ്പിളായിട്ട് കയറിപ്പോവും. ആ CCൻ്റെ അതേ ഗുണം കാണിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വെയിറ്റ് വരുന്നത് 147 കിലോ ആണ് കേട്ടോ. 147 കിലോയാണ്. പിന്നെ ഇതിൻ്റെ എതിരാളിനെ കുറിച്ച് പറയണ്ടല്ലോ. എതിരാളി വരുന്നതെന്ന് പറഞ്ഞിട്ട് MT ആണ്. MT ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മൈലേജിൽ കുറച്ച് കുറവാണ്. ഒരു കാരണവശാലും യമഹാൻ്റെ മൈലേജ് ഇതിന് കിട്ടൂല. കാരണം ഇത് എടുത്ത് മുന്നോട്ട് കയറുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. ഇവരതിനെ ഒന്ന് ചെറുതാക്കി ഷോർട്ടാക്കി ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തേക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളുക. അപ്പോൾ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. HDFC ബാങ്ക് ഉണ്ട്, ബജാജ് ഉണ്ട്. ഞാൻ ലോണ് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഒരു 30,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 30ൻ്റെ താഴെയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ്. അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ലോണ് കാര്യങ്ങളൊക്കെ ആക്കി തരുന്നതാണെന്ന് ഷോറൂമുകാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് പറയാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ, എന്നെപ്പോലെ അല്ലല്ലോ, കൂടുതൽ കാര്യങ്ങൾ വേറുള്ളവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക. നിങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഇന്ന പോലെ റൈഡ് പോയിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇന്ന ഗുണങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട്, വണ്ടീൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ വേറുള്ളവർക്ക് അത് ഉപകാരമാവും. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. കാരണം ഇവരുടെ സെയിലിനെ അത് ബാധിക്കുന്നതായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.